ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരാളുടെ അഭാവം ഒരു ശൂന്യമായി മാറ്റപ്പെടാറുണ്ട്. പക്ഷേ ചിലർ എന്നെപ്പോലെ ആ ശൂന്യത്തിൽ വല്ലാതെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴിയും ഒരാളുടെ കാൽച്ചുവടുകൾക്ക് പിന്തുടർന്നതാകുന്നു. അതാണ് എൻ്റെ അമ്മ, ഭാനുമതി അമ്മ. നീ ഇല്ലെങ്കിലും ഞാൻ ഇന്ന് എവിടെയുണ്ടോ അതിനു പിന്നിൽ നിന്നെ മാത്രമാണ് ഞാൻ കാണുന്നത്. ഇതൊരു കഥയല്ല, ഇതൊരു അനുഭവമാണ്. അമ്മയുടെ കാൽച്ചുവടുകൾ. കോഴിക്കോട് നഗരത്തിന്റെ തിരക്കേറിയ വേലിയിടയിൽ ചുറ്റും എല്ലാം സജീവമാകുമ്പോഴും അനഘയുടെ ഫ്ളാറ്റ് മുറിയിൽ നിന്ന് അവളെ സംബന്ധിച്ച ശാന്തത മാത്രമേ കേൾക്കാവൂ. 26 വയസ്സുള്ള, സ്വതന്ത്രം, ഉച്ചത്തിൽ ചിരിക്കാനറിയുന്ന, കാര്യങ്ങളിൽ ഉറച്ച നിലപാടുകളുള്ള IT ജോലിക്കാരിയാണ് അനഘ. എന്നാൽ ആ ചിരിയുടെ പിന്നിൽ ആരും അറിയാത്ത ഒരവകാശമുണ്ട്, ഒരമ്മയുടെ ഓർമ്മകളുടെ തീവ്രത. അവൾ ദിവസവും രാവിലെ ചായക്കപ്പുമായി കുഞ്ഞുപാച്ചിലിന്റെ ചെറിയ പ്ലാന്റുകൾക്കരികിലിരുന്നു കൊണ്ട് ദിനം തുടങ്ങും. ലോകം മൊബൈലിനായി ഉണരുമ്പോഴും അനഘയുടെ കണ്ണുമടക്കുന്നത് ഒരു പഴയ ചുരിദാറിന്റെ തുണിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അമ്മയുടെ കത്ത് തന്നെയാണ്. മോളെ, നീ എവിടെയായാലും അമ്മയുടെ കണ്ണ് നിന്നെ നോക്കുന്നുണ്ടാവും. അമ്മ, ഭാനുമതി അമ്മ. ഒരു ലോറി കണ്ടക്ടറായിരുന്ന ഭർത്താവിനെ നഷ്ടപ്പെട്ട് തന്റെ ഏക മകളെ കയ്യിൽ പിടിച്ചു നയിച്ചവളാണ്. വീട്ടുജോലികൾ, ഉച്ചഭക്ഷണ പാചകങ്ങൾ, വൈകുന്നേരം കുട്ടികളെ പഠിപ്പിക്കൽ, ഒറ്റയാളുടെ കഠിന പ്രയത്നത്തിൽ വളർന്നതാണ് അനഘ. അനഘയുടെ സ്കൂൾ ദിനങ്ങളിൽ അമ്മ പറഞ്ഞത് ഓരോ ദിനവും ഓർമ്മകൾ കൊണ്ട് നിറച്ചതായിരുന്നു. നമ്മുടെ കാൽവഴി നന്നായിരിക്കണം, പിന്നിൽ വന്നു കാണുന്നവർ വഴി തെറ്റരുത്. അമ്മയ്ക്കിഷ്ടപ്പെട്ടിരുന്നത് വാഴയുടെ ഇലപ്പച്ച നിറത്തിലുള്ള ചുരിദാറായിരുന്നു. പല ചൊവ്വാഴ്ചകളിലും അവൾ അത് ധരിച്ച് വേദിയിൽ ഭജന പാടാൻ പോവുമായിരുന്നു. അങ്ങനെ എത്രയെത്ര മനോഹരമായ ഓർമ്മകൾ. ഒരു രാത്രി ജോലിയിൽ നിന്നും വൈകിയെത്തിയ അനഘ ടെറസിലേക്ക് ചെന്നപ്പോൾ ആകാശം നിറയെ നക്ഷത്രങ്ങൾ. അവളെപ്പോലെ നക്ഷത്രങ്ങളോട് സംസാരിക്കാനായി ആരെങ്കിലും കാത്തിരിക്കുന്നുവോ എന്ന സംശയം. അവൾ ചെറുതായി ഓർത്തുപോയി അമ്മയുടെ അവസാനത്തെ ദിവസം. ക്യാൻസർ എന്ന മഹാമാരി അവളുടെ അമ്മയെ കൊണ്ടുപോയപ്പോഴായിരുന്നു അനഘ ബിരുദം നേടിയത്. സർട്ടിഫിക്കറ്റുമായി അമ്മ കിടന്നിരുന്ന ബെഡിൽ എത്തിയപ്പോഴായിരുന്നു ആ അവസാന വാക്കുകൾ. ഇനി നീ ഇരട്ട ചുമതല വഹിക്കണം, അമ്മയുടെ സ്വപ്നവും നിന്റേതും. അമ്മയ്ക്ക് ശേഷം അവൾ ജീവിതത്തിൽ വിജയം കണ്ടു. പക്ഷേ സ്നേഹത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടു. 2025 മാർച്ച് 8 ബാംഗ്ലൂരിൽ നടന്ന ഒരു പരിപാടിയിലേക്ക് അനഘയെ മുഖ്യാതിഥിയാക്കി. വിഷയം ബിഹൈൻഡ് എ വെരി സ്ട്രോങ് വുമൺ. പൊതി തുറക്കാതെ തന്നെ അമ്മയുടെ പഴയ കത്ത് വായിക്കാനാണ് ആ ദിവസം അവൾ തീരുമാനിച്ചത്. മുൻവശത്ത് നിൽക്കുമ്പോൾ കൈകൾ തളരുന്ന പോലെ അനുഭവപ്പെട്ടു. പക്ഷേ വായിച്ചു. എന്താണൊരമ്മയുടെ കാൽച്ചുവട്? ചോറിന്റെ നല്ല മണം, കിനാവിന്റെ കനം, ഉണങ്ങിയ കൈകളിലെ കരിഞ്ഞ പാടുകൾ, മകളെ മുന്നോട്ട് കൊണ്ടുപോകാനായി പിന്നിൽ നിന്ന സന്ധ്യാവെളിച്ചങ്ങൾ. മുറിയാകെ നിശബ്ദം. പിന്നെ കയ്യടികൾ ഉയർന്നു. അനഘയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അയാളായി ജീവിതത്തിൽ മുന്നേറിയതിന്റെ പിന്നിൽ നിന്ന അമ്മയുടെ കാൽച്ചുവടുകൾ പിന്തുടർന്ന ഒരവൾ. അമ്മ ഇല്ലാതാകാം, പക്ഷേ അമ്മയുടെ സാന്നിധ്യം എല്ലാ ദിനങ്ങളിലും അവളുടെ കാൽച്ചുവടുകളിൽ തുടർന്നു തന്നെ. അമ്മ ഇല്ല എന്നൊരു വാചകത്തിൽ ഒളിഞ്ഞിരിക്കുന്നു 1000 വേദനകൾ. പക്ഷേ അമ്മയുടെ സ്നേഹം ഇല്ലാതായിട്ടില്ല. അവളുടെ ഓരോ കാൽച്ചുവടുകളും ഇന്നും എൻ്റെ വഴികളിൽ വിളക്കാണ്. ജീവിതം എവിടേക്കെത്തിയാലും പിന്നിൽ ഒരാളുടെ സ്നേഹത്തെ മറക്കരുത്, അമ്മയെപ്പോലെ. ഇതായിരുന്നു അമ്മയുടെ കാൽച്ചുവടുകൾ, ഒരു ഹൃദയത്തിൽ നിന്നുള്ള യാത്ര. നിങ്ങളെ സ്പർശിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളുടേതാണെന്ന് തോന്നിയെങ്കിൽ മറ്റൊരമ്മയുടെ മകളിലേക്കോ മകനിലേക്കോ ഇതെത്തിക്കൂ. കാരണം ആ മകളുടെ സ്നേഹത്തിന് ആഴമില്ല, അതിനതിരുകളില്ല.